നമ്മളുടെ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നവർക്ക് വേണ്ടി അത് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒറ്റ വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നമുക്ക് ലഭിക്കുന്ന വിവിധ സ്വയം തൊഴിൽ വായ്പാ പദ്ധതികൾ 50,000 രൂപയിൽ വായ്പ ആരംഭിച്ച 10 ലക്ഷം രൂപ വരെ നമുക്ക് ആൾ ജാമ്യമോ അതോടൊപ്പം തന്നെ വസ്തു ജാമ്യമോ ഒന്നും നൽകാതെ തന്നെ ലഭിക്കുന്ന വായ്പാ പദ്ധതികളുണ്ട്. അതുമാത്രമല്ല ഇതിലെല്ലാം സർക്കാരിൻ്റെ സബ്സിഡി കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 4 സ്കീമുകളാണ് പരിചയപ്പെടുത്തുന്നത്. 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ലഭിക്കുന്ന ഇത്തരം പദ്ധതികൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഉപകാരപ്പെട്ടേക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെട്ടേക്കാവുന്ന വിവിധ സ്കീമുകളാണിവ. എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ സ്കീം അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബ് എന്ന് പറയുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. 10ാം ക്ലാസ്സൊക്കെ പാസ്സാകുമ്പോൾ തന്നെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് എടുക്കും. അതിൽ കൃത്യമായിട്ട് സീനിയോറിറ്റി നിലനിർത്തി പോരുകയും ചെയ്യും. ഇത്തരത്തിൽ കൃത്യമായിട്ട് സീനിയോറിറ്റിയൊക്കെ നിലനിർത്തി പോരുന്ന അല്ലെങ്കിൽ ഇത് പുതുക്കി ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഒരു സ്കീമാണിത് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബ്. ഇതൊരു ഗ്രൂപ്പ് സംരംഭ സഹായമാണ്. ഇവിടെ നമുക്ക് പരമാവധി വായ്പാ തുകയായിട്ട് ബാങ്ക് വഴി നമുക്ക് ലഭിക്കുന്നത് 10 ലക്ഷം രൂപ വരെയാണ്. ഇതുമാത്രമല്ല ഇവിടെ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേക ജാമ്യ വ്യവസ്ഥകളൊന്നും ഇതിനില്ല. ഈട് നൽകാതെ തന്നെ നമ്മൾ ലഭിക്കുന്ന തുക തന്നെയാണിത്. നമ്മളുടെ സമീപമുള്ള ബ്രാഞ്ചിൽ അല്ലെങ്കിൽ നമ്മുടെ സമീപമുള്ള അല്ലെങ്കിൽ ഏരിയ ബാങ്ക് ഉണ്ടാകും. ആ ബാങ്കിൽ എത്തിച്ചേർന്ന് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് ബാങ്ക് അധികൃതർ ഇത് നൽകാൻ തയ്യാറാണ് എങ്കിൽ ഈ ലോൺ നമുക്ക് ലഭിക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളൊന്നും തന്നെയില്ല. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഹാജരാക്കണം. അതിനുശേഷം ഇതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു പാനൽ ഇൻ്റർവ്യൂവിന് വിളിക്കും. അവിടെ നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യണം. അതിനുശേഷം അംഗീകാരം ലഭിക്കുന്ന പ്രോജക്റ്റുകൾക്കായിരിക്കും ഇവിടെ ധനസഹായം ലഭിക്കുന്നത്. 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷകൾ നൽകാം. ഇനി അതോടൊപ്പം തന്നെ സംവരണ വിഭാഗങ്ങളാണ് എങ്കിൽ 50 വയസ്സ് വരെ അവർക്ക് അപേക്ഷ വെക്കുന്നതിന് സാധിക്കുന്നതുമായിരിക്കും. ഇനി നമുക്ക് ലഭിക്കുന്ന വായ്പാ തുകയിൽ 25% തുക അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ നമുക്ക് സബ്സിഡി ആയിട്ട് കൂടി ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ ലോൺ അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കുന്നതായിരിക്കും. അപ്പോൾ ഉൽപ്പാദന സേവന മേഖലകളിലെല്ലാം തന്നെ സംരംഭം ആരംഭിക്കുന്നതിന് ഗ്രൂപ്പായിട്ട് ആരംഭിക്കുന്നതിന് 2 അതിലധികമോ പേരുണ്ടാകണം. മാക്സിമം 5 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾക്ക് സഹായം ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് കെസ്റു എന്ന് പറയുന്ന പദ്ധതിയാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ കാർഡൊക്കെ എടുത്തിട്ടുള്ള അതും 21 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ലഭിക്കുന്ന മറ്റൊരു സ്കീമാണിത്. ഇവിടെ വായ്പ ലഭിക്കുന്നത് 1 ലക്ഷം രൂപയായിരിക്കും. അതുമാത്രമല്ല 20% തുക പരമാവധി 20,000 രൂപ വരെ നമുക്ക് സബ്സിഡി ആയിട്ട് കൂടി ലഭിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്കീമുകളിലേക്കെല്ലാം അപേക്ഷ നൽകാം. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. അത് കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുമാത്രമല്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മുൻഗണന കൂടി നൽകുന്നതാണ്. പ്രത്യേക ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബിരുദ അല്ലെങ്കിൽ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കെല്ലാം മുൻഗണന കൂടി നൽകുന്നതായിരിക്കും. ഇനി ഇതും നമുക്ക് ഗ്രൂപ്പായിട്ട് കെസ്റു പദ്ധതി ആരംഭിക്കാനും തടസ്സങ്ങളില്ല. സൗജന്യ അപേക്ഷ ഫോമുകൾക്ക് അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സന്ദർശിച്ചാൽ മതി. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കീം നവജീവൻ എന്ന് പറയുന്നതാണ്. 50 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള സ്കീമാണിത്. 50,000 രൂപയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതിൽ 25% തുക 12,500 രൂപയോളം സബ്സിഡി ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഇനി ഈ സ്കീമിലേക്ക് നമ്മൾ അപേക്ഷ വെക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറുകിട സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മേഖലയിൽ നമ്മളുടെ സംരംഭം വിപുലീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്കീമാണിത്. 65 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുകയുള്ളൂ. 50 വയസ്സ് മുതൽ 65 വയസ്സ് വരെ. ഇവിടെ നമ്മുടെ വരുമാന പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതോടൊപ്പം മറ്റ് വിശദാംശങ്ങളെല്ലാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ ശരണ്യ എന്ന് പറയുന്ന വായ്പാ പദ്ധതിയാണ്. വിധവകളായിട്ടുള്ളവർ, ഭർത്താവ് ഉപേക്ഷിച്ചവർ, നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ, 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഇവർക്ക് ലഭിക്കുന്ന സ്കീമാണ് ശരണ്യ. 50,000 രൂപ നമുക്ക് ലോണായിട്ട് ഇവിടെ ലഭിക്കും. പലിശരഹിത വായ്പയാണിത്. ഇതിൽ 50% തുക 25,000 രൂപ വരെ സബ്സിഡി ആയിട്ട് കൂടി ലഭിക്കുന്നതാണ്. സൗജന്യ അപേക്ഷാ ഫോമിനും മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.